നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ അമർത്തൂ. നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി. കെട്ടിവലിക്കുന്ന വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ 20 കിലോമീറ്റർ, മണിക്കൂറിൽ 24 കിലോമീറ്റർ, മണിക്കൂറിൽ 32 കിലോമീറ്റർ. ഉത്തരം മണിക്കൂറിൽ 24 കിലോമീറ്റർ. മോട്ടോർ സൈക്കിൾ 60 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാവുന്ന സാഹചര്യം ഏത്? രാത്രികാലങ്ങളിൽ, പകൽ സമയങ്ങളിൽ, ഒരു സാഹചര്യത്തിലും പാടില്ല. ഉത്തരം ഒരു സാഹചര്യത്തിലും പാടില്ല. ഇടമുറിഞ്ഞ വെള്ളരേഖയാണ് റോഡിലുള്ളതെങ്കിൽ വാഹനവീതി മാറ്റാൻ പാടില്ല. ആവശ്യമെങ്കിൽ വാഹനവീതി മാറ്റാവുന്നതാണ്. വാഹനം നിർത്തുക. ഉത്തരം ആവശ്യമെങ്കിൽ വാഹനവീതി മാറ്റാവുന്നതാണ്. ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തത് ഇടമുറിഞ്ഞ വെള്ളരേഖയുള്ള സ്ഥലത്ത്, തുടർച്ചയായി മഞ്ഞവരയുള്ള സ്ഥലത്ത്, കുത്തനെയുള്ള സ്ഥലത്ത്. ഉത്തരം കുത്തനെയുള്ള സ്ഥലത്ത്. പുറകോട്ട് വാഹനം ഓടിക്കുവാൻ പാടില്ലാത്ത റോഡ് വൺ വേ, ഇറക്കമുള്ള റോഡ്, കയറ്റമുള്ള റോഡ്. ഉത്തരം വൺ വേ. ഒരു ലോറിയിൽ പരമാവധി കയറ്റാവുന്ന ഭാരം പരിധിയില്ല. പെർമിറ്റിൽ അനുവദിച്ചിരിക്കുന്നത് 10 ടൺ. ഉത്തരം പെർമിറ്റിൽ അനുവദിച്ചിരിക്കുന്നത്. ഒരു ലോറിയിൽ ചരക്ക് കയറ്റുമ്പോൾ ഇരുവശത്തേക്കും 30 സെൻറ്റിമീറ്റർ വരെ തള്ളി നിൽക്കാം. തള്ളി നിൽക്കാൻ പാടില്ല. 50 സെൻറ്റിമീറ്റർ വരെ തള്ളി നിൽക്കാം. ഉത്തരം തള്ളി നിൽക്കാൻ പാടില്ല. ഏതു വാഹനത്തിനും നിർബന്ധമുള്ളത് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്. ഉത്തരം തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അന്ധന്മാർ വെളുത്ത വടിയുടെ സഹായത്താൽ റോഡ് മുറിച്ചു കടക്കുമ്പോൾ അന്ധന്മാർ ഉപയോഗിക്കുന്ന വെളുത്ത വടി വാഹനം നിർത്താനുള്ള അടയാളമായി പരിഗണിച്ച് വാഹനം നിർത്തണം. ഹോൺ മുഴക്കി കടന്നു പോകണം. വേഗത കുറച്ച് കടന്നു പോകണം. ഉത്തരം അന്ധന്മാർ ഉപയോഗിക്കുന്ന വെളുത്ത വടി വാഹനം നിർത്താനുള്ള അടയാളമായി പരിഗണിച്ച് വാഹനം നിർത്തണം. താഴെ പറയുന്ന ഏത് സ്ഥലത്താണ് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലാത്തത്? റോഡരികിൽ, പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത്, ട്രാഫിക് ലൈറ്റിനു സമീപം. ഉത്തരം ട്രാഫിക് ലൈറ്റിനു സമീപം. കിസ്വബിൻ്റെ യൂട്യൂബ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യൂ. എല്ലാ ദിവസവും നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ അമർത്തി നിങ്ങൾക്കും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് സ്പീഡ് കുറക്കാൻ വേണ്ടി, വാഹനം പെട്ടെന്ന് നിർത്തുവാൻ, വാഹനം പാർക്ക് ചെയ്യുവാൻ. ഉത്തരം വാഹനം പാർക്ക് ചെയ്യുവാൻ. ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഡാഷ് മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. 24 മണിക്കൂറിനുള്ളിൽ, 12 മണിക്കൂറിനുള്ളിൽ, 48 മണിക്കൂറിനുള്ളിൽ. ഉത്തരം 24 മണിക്കൂറിനുള്ളിൽ. രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ പബ്ലിക് സ്ഥലത്ത് ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ്.
നിയമപരമാണ്, അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരം നിയമവിരുദ്ധമാണ്. ഒരു ആശുപത്രിക്ക് സമീപം നിങ്ങൾക്ക് ഹോൺ അടിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. തുടർച്ചയായി ഹോൺ മുഴക്കും. വേഗത കുറച്ച് ഹോൺ അടിക്കേണ്ട സാഹചര്യം പരമാവധി ഒഴിവാക്കും. ഇടവിട്ട് ഹോൺ അടിക്കും. ഉത്തരം വേഗത കുറച്ച് ഹോൺ അടിക്കേണ്ട സാഹചര്യം പരമാവധി ഒഴിവാക്കും. മോട്ടോർ വാഹന നിയമം 112 വകുപ്പ് അനുസരിച്ച് വേഗത പരിധി ലംഘിക്കുവാൻ പാടില്ല. ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. ടാക്സ് അടക്കാതെ വാഹനം ഓടിക്കരുത്. ഉത്തരം വേഗത പരിധി ലംഘിക്കുവാൻ പാടില്ല. റോഡിൽ കുറുകെ വരച്ചിട്ടുള്ള സീബ്ര ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം ഇവിടെ നിർത്തുക. കാൽനടക്കാർ ഇവിടെ റോഡ് മുറിച്ച് കടക്കാം. ഇവിടെ വാഹനങ്ങൾക്കാണ് മുൻഗണന. ഉത്തരം കാൽനടക്കാർ ഇവിടെ റോഡ് മുറിച്ച് കടക്കാം. മോട്ടോർ വാഹന നിയമം 113 വകുപ്പ് അനുശാസിക്കുന്നത് അമിത വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കരുത്. മദ്യപിച്ച് വാഹനങ്ങൾ ഓടിക്കരുത്. അമിത ഭാരം കയറ്റി വാഹനം ഓടിക്കരുത്. ഉത്തരം അമിത ഭാരം കയറ്റി വാഹനം ഓടിക്കരുത്. മോട്ടോർ വാഹന നിയമം 129 വകുപ്പ് പ്രകാരം ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഡ്രൈവർ നിർബന്ധമായും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. പുകവലിക്കാൻ പാടില്ല. ഹെൽമറ്റ് ധരിച്ചിരിക്കണം. ഉത്തരം ഹെൽമറ്റ് ധരിച്ചിരിക്കണം. ട്രാൻസ്പോർട്ട് വാഹന ലൈസൻസിന് വേണ്ട കുറഞ്ഞ വയസ്സ് 25 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സ്. ഉത്തരം 20 വയസ്സ്. ഒരു ട്രാൻസ്പോർട്ട് വാഹനം എങ്ങനെ തിരിച്ചറിയാം? വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി, വാഹനത്തിൻ്റെ നിറം നോക്കി, വാഹനത്തിൻ്റെ ടയർ നോക്കി. ഉത്തരം വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.